ഹല്ലേലൂയ. हालेलुया। ഞാൻ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്നാ പറയുന്നത്. मैं उत्पत्ति के पुस्तक 8वें अध्याय में से बता रहा हूँ। അതിന്റെ 18-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. उसके 18वें पद को मैंने आपको बताया। നോഹയും അവന്റെ പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യയും പുറത്തിറങ്ങി. तब नूह और उसके पुत्र और पत्नी और बहुएं निकल आई। സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂജലങ്ങളിലുള്ള ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. तब और सब चौपाएं, रेंगने वाले जंतु और पक्षी और जितने जीव जंतु पृथ्वी पर चलते फिरते हैं सब जाति जाति करके जहाज में से निकल आए। അടുത്ത വാക്കാണ് പ്രധാനപ്പെട്ട. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. देखो अगला पद 20वां पद काफी महत्वपूर्ण है। वहां पे लिखा है तब नूह ने यहोवा के लिए एक वेदी बनाई। ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള എല്ലാ പറവകളിൽ നിന്നും ചിലതെടുത്ത് യാഗപീഠത്തിൽ ഹോമയാഗം അർപ്പിച്ചു. और सब शुद्ध पशुओं और सब शुद्ध पक्षियों में से कुछ कुछ लेकर वेदी पर होम बलि चढ़ाया। അടുത്ത വാക്ക് വളരെ പ്രധാനപ്പെട്ടത്. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ അവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്ത്, ഞാൻ മനുഷ്യൻ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കില്ല. और अगला पद और महत्वपूर्ण है 21वां पद। इस पर यहोवा ने सुखदायक सुगंध पाकर सोचा, मनुष्य के कारण मैं फिर कभी भूमि को श्राप ना दूंगा। കേൾക്കണം. യാഗപീഠം പണിതു, അതിലെ യാഗത്തിൽ നിന്നുള്ള സുഗന്ധം ദൈവം മണത്തു. और देखो वहां पर नूह ने एक बलिवेदी बनाया और जो बलि चढ़ाया उसमें से जो सुखदायक सुगंध पाकर परमेश्वर उसको अच्छा माना। ആമേൻ. आमीन। ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ആ വാക്യം നമ്മൾ പറഞ്ഞത്. उत्पत्ति के पुस्तक में से हमने इन वचनों को पढ़ा है। ദൈവമക്കളെ ഇനി ശ്രദ്ധിക്കണം. നമ്മുടെ ദൈവത്തിന് സൗരഭ്യവാസന ഒത്തിരി ഇഷ്ടമാണ്. और हमारे परमेश्वर को सुखदायक सुगंध जो है काफी अच्छा लगता है। ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഓരോ യാഗത്തിലും സൗരഭ്യവാസന മണത്തപ്പോഴാണ് ദൈവം അനുഗ്രഹിച്ചത്. और पुराने नियम के हर एक बलिदानों से निकली हुई सुगंध को पाकर परमेश्वर ने उनको आशीष दी है। നമ്മുടെ ഓരോ യാഗത്തിൽ നിന്ന് ഒരു ദൈവിക സുഗന്ധം വെളിയിൽ വരണം. और इन दिनों में हमारे हर एक बलिदानों में से भी एक सुगंध निकलने पाए। അതിലാണ് ദൈവം നമ്മളോട് പ്രസാദിക്കുന്നത്. परमेश्वर उसी में हमसे प्रसन्न होता है। നമ്മുടെ വീടിന്റെ മുന്നിൽ, ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്നാണ് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. और उत्पत्ति के पुस्तक 8वें अध्याय में से मैंने इस वचन को बोला है। നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു നല്ല സുഗന്ധം തരുന്ന ഒരു ചെടി ഉണ്ടെങ്കിൽ, हमारे घर के आंगन में सुगंध देने वाली एक फूल अगर लगा है, ഒരു റോസപ്പൂ ഉണ്ടെങ്കിൽ, और उसमें एक गुलाब का फूल लगा है, നമുക്ക് അത് ഭയങ്കര സന്തോഷമാണ്. तो हमें काफी खुशी उसमें से होता है। നമ്മൾ കൂടുതൽ അത് നിലനിൽക്കാൻ അതിന് വേണ്ടിയുള്ളതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. और उस फूल को बनाए कायम रखने के लिए हम उसमें सब कुछ प्रबंध उसके लिए करते हैं। എന്ന് പറയുന്ന പോലെ നോഹ ദൈവത്തിന് വേണ്ടി പണിത യാഗപീഠത്തിന്റെ അകത്ത് താൻ വെച്ചിരിക്കുന്ന ശുദ്ധിയുള്ള മൃഗങ്ങളും അതുപോലുള്ള കാര്യങ്ങളായതുകൊണ്ട് ഒരു കാര്യം അതിൽ സംഭവിച്ചത് ദൈവം അത് മണത്തപ്പോൾ ദൈവം അതിനെ അനുഗ്രഹിച്ചു. और देखो यहाँ पर हम देखते हैं नूह ने भी उस बलिवेदी के ऊपर शुद्ध पशुओं और पक्षियों को रखा, इसलिए जो बलिदान उसने चढ़ाया था उसका सुगंध पाकर परमेश्वर आनंदित हुआ। ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം, നമ്മുടെ കർത്താവ് സുഗന്ധം അല്ലെങ്കിൽ സൗരഭ്യവാസനയിൽ പ്രസാദിച്ച് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. हमारा परमेश्वर सुगंध पाकर आशीषित करने वाला परमेश्वर है। എഫെസ് ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം എന്താണ് പറയുന്നത്? इफिसियों की पत्री 5वां अध्याय उसका दूसरा पद क्या कहता है? എഫെസ് ലേഖനം 5:2. इफिसियों की पत्री 5:2। और प्रेम में चलो जैसे मसीह ने भी तुमसे प्रेम किया और हमारे लिए अपने आप को सुखदायक सुगंध के लिए परमेश्वर के आगे बैठ करके बलिदान कर दिया। നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള പറവകളിൽ നിന്നും യാഗം കഴിച്ചപ്പോൾ അതിലെ സൗരഭ്യവാസന മണത്ത് ദൈവം
അല്ലിയ ദൈവം അനുഗ്രഹിച്ചിട്ട് ദൈവം പറഞ്ഞു ഇനി മനുഷ്യൻ നിമിത്തം ഞാൻ ഭൂമിയെ ശപിക്കത്തില്ലെന്നൊരു പുതിയ ഉടമ്പടിയിലേക്ക് ദൈവം എത്തി. और देखो, नूह जब जहाज में से निकला तब एक वेदी बनाकर उसमें शुद्ध पशुओं और पक्षियों को बलिदान जब चढ़ाया, तब उसका सुखदायक सुगंध पाकर परमेश्वर ने इस प्रकार बोला कि अब मैं मनुष्यों को फिर कभी श्राप नहीं दूंगा। യെസ്, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മുഴുവൻ യാഗത്തിൽ നിന്ന് പൊങ്ങിയ സുഗന്ധത്തിലാണ്, സൗരഭ്യവാസനയിലാണ് ദൈവം പ്രസാദിച്ച് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുന്നത്. देखो, पुराने नियम में उस बलि वेदी में से निकली हुई उस सुखदायक सुगंध को पाकर परमेश्वर ने लोगों को आशीषित किया है। എഫെസ് ലേഖനം 5:2 പറയുന്നത്, मगर इफिसियों की पत्री 5:2 में इस प्रकार लिखा है, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, परमेश्वर ने तुमसे प्रेम किया, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നാം സ്നേഹത്തിൽ നടപ്പി. और हमारे लिए अपने आप को सुखदायक सुगंध के लिए परमेश्वर के आगे बैठ करके बलिदान कर दिया। ഹല്ലേലൂയ. हालेलुया। ശരിക്കും കൂടെ പറഞ്ഞാൽ, യേശു ക്രിസ്തു 2 കള്ളന്മാരുടെയിൽ 3 ഇരുപാണിയിൽ കാൽവറിയുടെ മലമുകളിൽ നമുക്ക് വേണ്ടി അവൻ യാഗമാകുമായിരുന്നു. और देखो, और गहराई में अगर मैं बताऊं तो यीशु मसीह हमारे लिए 2 छोरों के बीच 3 कीलों पर, हालेलुया, उस कालवरी क्रूस पर हमारे लिए बलिदान हुए हैं। ആ യാഗത്തിൽ നിന്ന് ഒരു സൗരഭ്യവാസന പൊങ്ങി. उस बलिदान में से एक सुखदायक सुगंध निकला है അത് ദൈവത്തിന് പ്രസാദമായി. और वो परमेश्वर को प्रसन्न योग्य था। അന്ന് നോഹയുമായിട്ട് ഉടമ്പടി ചെയ്ത അതേ ദൈവം ആ സൗരഭ്യവാസന മണത്തിട്ട് പറഞ്ഞത്, ഞാൻ മനുഷ്യന്റെ ശാപത്തെ അനുഗ്രഹമാക്കും, ഞാൻ മനുഷ്യന്റെ പാപത്തെ ശുദ്ധീകരിക്കും, ഞാൻ മനുഷ്യന്റെ രോഗത്തെ മാറ്റും, ഞാൻ മനുഷ്യന്റെ തകർച്ച മാറ്റും. ആ സൗരഭ്യവാസന മണത്തപ്പോൾ ദൈവം ഒരു അനുഗ്രഹം ഭൂമിയുടെ മേൽ അയച്ചു. और देखो, नूह के उस बलिदान पर प्रसन्न होकर नूह के साथ या मनुष्यों के साथ जो वाचा परमेश्वर ने बांधा, वही परमेश्वर यहाँ पर भी यीशु के बलिदान होने पर परमेश्वर ने कहा, उस सुखदायक सुगंध पाकर उस पिता परमेश्वर कहते हैं, अब मैं मानव जाति के पापों को, श्रापों को, उनकी बीमारियों को दूर करके उनके ऊपर आशीष को उंडेलता हूँ। ഹല്ലേലൂയ. हालेलुया। കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം, 2 കൊരിന്ത്യർ दूसरी कुरिन्ती 2-ാം അധ്യായം, 2 अध्याय, അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതിന്റെ 15 മുതലുള്ള ചില വാക്യങ്ങൾ നോക്കിയാണ്. वहां पर 15वें पद से लेकर कुछ वचनों को हम देख सकते हैं। ഇന്ന് എന്റെ മെസ്സേജ് നിൽക്കുന്നത് സൗരഭ്യവാസന എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ്. और आज मेरा संदेश जो है सुखदायक सुगंध, उस विषय के ऊपर होगा। ഹല്ലേലൂയ. आमेन। യെസ്, 14 മുതലുള്ള ചില വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നിന്ന്. और दूसरी कुरिन्ती 2 के 14वें पद से लेकर कुछ वचनों को हम इसमें देखते हैं। ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടക്കുകയാണ്. और मसीह में हम सदा जय के उत्सव में जीते हैं। എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. और अपने ज्ञान की सुगंध हमारे द्वारा हर जगह वो फैलाता है, उस मसीह को, उस परमेश्वर को धन्यवाद। അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണിത്. ये प्रेरित पौलुस के कुछ शब्द हैं। ഹല്ലേലൂയ. आमेन। ക്രിസ്തുവിൽ ഞങ്ങളെ ദൈവം ജയോത്സവമായിട്ടാണ് ഓരോ നിമിഷവും നടത്തുന്നത്. देखो, मसीह में सदा वो हमें जय के उत्सव में चलाता है। ഞങ്ങൾ എല്ലായിടത്തും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസന വാരി വിതർന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. और वहां पे इस प्रकार लिखा है कि अपने ज्ञान की सुगंध हमारे द्वारा वो हर जगह फैलाता है। ഹല്ലേലൂയ. आमेन। കേൾക്കണം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസന എല്ലായിടത്തും ഞങ്ങൾ വാരി വിതറുന്നു. और वो वहां पर इस प्रकार लिखा है कि मसीह के प्रति जो ज्ञान की सुगंध है हमारे द्वारा वो हर जगह फैलाता है। ആമേൻ. आमेन। അപ്പോൾ കാൽവറിയിൽ നടന്നതൊരു സൗരഭ്യവാസനയായിരുന്നു. सो कालवरी क्रूस पर जो बलिदान हुआ है वो सुखदायक सुगंध के समान था। പൗലോസ് പറയുന്നു, അത് രാജകൊട്ടാരങ്ങളിലും അത് വില്ലേജിന്റെ അകത്തും ആ സൗരഭ്യവാസന ഞങ്ങള് വാരി വിതറുകയാണ്. और पौलुस अब कहते हैं, उस सुगंध को हम राजभवन में क्यों ना हो, गांव में क्यों ना हो, शहरों में क्यों ना हो, हम हर जगह उसको फैला रहे हैं।
ഈ സൗരഭ്യവാസന ഞങ്ങൾ വാരി വിതറുമ്പോൾ കൊട്ടാരങ്ങളിൽ പാപത്തിന്റെ ദുർഗന്ധമുണ്ട്. പക്ഷെ ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ വാസന വാരി വിതറുമ്പോൾ പാപത്തിന്റെ ദുർഗന്ധം മാറിയിട്ട് ക്രിസ്തുവിന്റെ സുഗന്ധം വ്യാപരിക്കുകയാണ്. और पौलुस इस प्रकार कहते हैं कि यहाँ पर जो परमेश्वर का या ज्ञान की जो सुगंध है, हम जानते हैं राजभवनों में दुर्गंध, पाप का दुर्गंध बहुत फैला हुआ है, मगर मसीह के ज्ञान की सुगंध को जब हम वहां पर डालते हैं तो सारे दुर्गंध वहां से दूर हो जाते हैं. അതായത് മക്കളെ, പാപത്തിന്റെ ദുർഗന്ധം, രോഗത്തിന്റെ ദുർഗന്ധം, ശാപത്തിന്റെ ദുർഗന്ധം ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു സ്ഥലത്തിൽ നിന്ന് മാറണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസന ദൈവമക്കൾ വാരി വിതറാൻ തയ്യാറാക്കണം. और परमेश्वर के लोगों, हालेलुया, पाप का दुर्गंध क्यों ना हो, श्राप का दुर्गंध क्यों ना हो, बीमारी के दुर्गंध क्यों ना हो, हालेलुया, उसको अगर दूर करना है तो परमेश्वर के लोगों को मसीह के ज्ञान की सुगंध को वहां पर फैलाना पड़ेगा. എന്താണ് പരിജ്ഞാനം? ये ज्ञान क्या है? വിവരം, അറിവ്, പരിജ്ഞാനം. ज्ञान, समझ, ये सब क्या है? ഹല്ലേലൂയ. हालेलुया. പരിജ്ഞാനം, വിവരവും അറിവെല്ലാം തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. और ज्ञान, समझ और पहचान, इन सब में काफी अंतर है. ഇന്ന് എനിക്കൊരു ആവശ്യം വന്നു. आज मुझे किसी चीज की जरूरत हुई. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ जब मुझे किसी चीज की जरूरत पड़ी, ഞാൻ ബ്രദർ ഷോജോട് ഞാൻ ആവശ്യപ്പെട്ടു. और मैंने भाई शोजो से पूछा, എനിക്കൊരു വിവരം വേണമായിരുന്നു. मुझे एक ज्ञान चाहिए था या जानकारी चाहिए थी. ഉടനെ ഷോജ പറഞ്ഞു, പ്രാർത്ഥിക്കുക, അപ്പോൾ ലഭിക്കും. और तब भाई शोजो ने बोला कि पास्टर जी आप प्रार्थना करो तो आपको वो मिल जाएगा. അപ്പോൾ എനിക്ക് അതിലൊരു വിവരമില്ലായിരുന്നു, പക്ഷെ വിവരം പറഞ്ഞു തന്നു, പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കും. देखो, उसमें मेरे अंदर जानकारी नहीं थी, मगर भाई शोजो ने मुझे वो जानकारी दी कि प्रार्थना करेंगे तो उसका उत्तर मिल जाएगा. പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ചപ്പോൾ അതെനിക്കൊരു അറിവായി മാറി. और प्रार्थना करके जब मुझे वो मिल गया तब वो मेरे लिए एक पहचान हो गया. നാളെ ഞാൻ വേറൊരാളോട് അത് അറിവായിട്ട് പറയുക, പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അത് ലഭിക്കും. और प्रार्थना करके जब मुझे उसका उत्तर मिल गया तो वो मेरे लिए ज्ञान बन गया, क्योंकि कल को अगर कोई मेरे पास इस विषय को लेकर आता है तो मैं उनको ये बता सकता हूँ, ये ज्ञान बांट सकता हूँ. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യത്യാസമാണ്. मगर मसीह के बारे में जो ज्ञान है वो बिल्कुल अलग है. പരിജ്ഞാനം ഇതാ ചോദിക്കുന്നത്, നിന്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്താൻ? और ज्ञान हमसे यही पूछता है कि तेरे बदले में अगर मसीह होते तो वो क्या करते. ഹല്ലേലൂയ. आमेन. എന്ത് ചെയ്താനും, അതാണ് പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. मसीह का ज्ञान यही है, वो हमसे यही पूछता है कि तेरे बदले अगर मसीह होते तो वो क्या करते. ഹല്ലേലൂയ. आमेन. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ സ്ഥാനത്ത് ക്രിസ്തുവിനെ വെച്ച് നാം ചിന്തിക്കുമ്പോഴാണ് അത് പരിജ്ഞാനമായി മാറുന്നത്. देखो, आज हम अपने जगह में मसीह को रखकर जब हम सोचेंगे तो वो ज्ञान बनता है. അതിനെയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. और उसी को हम मसीह का ज्ञान कहते हैं. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ ഞാനൊരു രോഗിയുടെ അടുത്ത് ചെന്നു. मैं एक बीमार के पास गया ഞാൻ ചിന്തിക്കുക, എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? और मैं सोच रहा हूं कि ये मैं कैसे कर सकता हूं. അപ്പോൾ ഉടനെ എന്റെ പരിജ്ഞാനം പറഞ്ഞു, നിന്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നു എന്ത് ചെയ്താനും? तब मेरा ज्ञान मुझसे बोलेगा, अगर तेरे बदले में यहाँ पर मसीह होते तो मसीह क्या करते. ഞാൻ പറഞ്ഞാലും കൽപ്പിച്ചാണ് യേശു. तो मैं बोलता कि मसीह होते तो आज्ञा देते. ഇതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. देखो, यही है मसीह के बारे में जो ज्ञान है. വിവരം വേറെ, അറിവ് വേറെ, പരിജ്ഞാനം വേറെ. और जानकारी अलग है, बुद्धि अलग है और ज्ञान अलग है. അപ്പോൾ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഞങ്ങൾ വാരി വിതറുകയായിരുന്നു. तो पौलुस कहते हैं कि मसीह के बारे में जो ज्ञान है वो हम फैला रहे हैं. 15-ാം വാക്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിനും ക്രിസ്തുവിനും സൗരഭ്യവാസനയാകുന്നു. 15वें पद में लिखा है, क्योंकि हम परमेश्वर के निकट उद्धार पाने वालों और नाश होने वालों दोनों के लिए मसीह की सुगंध है. ഹല്ലേലൂയ. आमेन. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു സൗരഭ്യവാസനയായിട്ട് മാറുക. और इन दिनों में हम भी एक सुगंध बन जाए. ഹല്ലേലൂയ. നോഹ आमेन. ശുദ്ധിയുള്ള മൃഗങ്ങളെ യാഗം കഴിപ്പിച്ച് അതിലെ സൗരഭ്യവാസനയാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചെങ്കിൽ
और नूह ने शुद्ध जानवरों को और जीव जंतुओं को बलिदान चढ़ाकर परमेश्वर का अगर प्रसन्न किया है, യേശു യാഗമായി തീർന്നു, നമുക്ക് വേണ്ടി അവൻ സൗരഭ്യവാസനയായി മാറിയെങ്കിൽ और यीशु मसीह बलिदान हुए और हमारे लिए सुखदायक सुगंध अगर वो बने हैं, നാം ദൈവത്തിന് വേണ്ടി ഒരു സൗരഭ്യവാസനയാകുക. अगर ऐसा है तो इन दिनों में हमें भी परमेश्वर के लिए एक सुखदायक सुगंध बनना है. ആർക്ക് വേണ്ടി നാം സൗരഭ്യവാസനയാകണം? हमें किसके लिए सुखदायक सुगंध बनना है? രണ്ടാൾക്കാരിടയിൽ നാം സൗരഭ്യവാസനയാകണം. दो लोगों के बीच में हमें सुगंध बनना है. ഒന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ, सबसे पहला है उद्धार पाने वालों के बीच में, രണ്ട് നമ്മൾ നശിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ. और दूसरा है नाश होने वाले लोगों के बीच में. ദൈവത്തിനും ക്രിസ്തുവിനും ഒരു സൗരഭ്യവാസനയായി നമ്മൾ മാറണം. परमेश्वर के और मसीह के लिए हमें एक सुखदायक सुगंध बनना है. ഒരു സ്തോത്രം പറയാമോ നിങ്ങൾക്ക്? हालेलुया बोल सकते हैं? ഹല്ലേലൂയ. हालेलुया. ഈ ദിവസങ്ങളിൽ നശിക്കുന്നവരുടെ ഇടയിൽ इन दिनों में नाश होने वाले लोगों के बीच में നിനക്കൊരു സൗരഭ്യവാസനയാകാമോ? क्या आप एक सुखदायक सुगंध बन सकते हो? പാപത്തിന്റെ ദുർഗന്ധത്താൽ നശിക്കുന്നവർ, पाप के दुर्गंध में नाश होने वाले लोगों के बीच में, രോഗത്തിന്റെ ദുർഗന്ധത്താൽ നശിക്കുന്നവർ, रोग के दुर्गंध में नाश होने वाले लोगों के बीच में, ശാപത്തിന്റെ ദുർഗന്ധത്തിൽ നശിക്കുന്നവർ, श्राप के दुर्गंध के बीच नाश होने वाले लोगों के बीच में, അവരുടെ ഇടയിൽ നീയും നിന്റെ കുടുംബവും ഒരു സൗരഭ്യവാസനയായി മാറട്ടെ. उन लोगों के बीच आप और आपका परिवार एक सुखदायक सुगंध बन जाए. രക്ഷിക്കപ്പെടുന്നവർ ഇടയിൽ നിങ്ങൾ ഒരു സുഗന്ധമാകട്ടെ, ഒരു സൗരഭ്യവാസനയാകട്ടെ. उद्धार पाने वालों के बीच में भी आप एक सुखदायक सुगंध बन जाए. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ട് പ്രിയരെ. आपके लिए परमेश्वर की बड़ी योजना है प्रियो. കാര്യം സൗരഭ്യവാസന മണക്കുന്നിടത്ത് ദൈവം അവരെ അനുഗ്രഹിക്കും. क्योंकि इस सुखदायक सुगंध को जब परमेश्वर पाते हैं तो उनके ऊपर परमेश्वर आशीषों को उंडेलता है. പൗലോസ് പറയുന്നത്, ഞാൻ എന്റെ പരിജ്ഞാനത്തെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസനയാ വാരി വിതറുന്നത് എല്ലായിടത്തും. और पौलुस इस प्रकार कहता है कि मसीह का ज्ञान, उस ज्ञान की सुगंध को मैं हर जगह फैलाता हूँ. അർത്ഥം കാൽവറിയിലെ സൗരഭ്യവാസനയായിരിക്കുന്ന ക്രിസ്തുവിന്റെ യാഗം, और कालवरी क्रूज पर बलिदान हुए उस मसीह की, यीशु की बलिदान. ആമേൻ. आमीन. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിച്ച സൗരഭ്യവാസനയായിരുന്നു കാൽവറിയിലെ യാഗം. और कालवरी क्रूज पे जो बलिदान हुआ है वो पिता परमेश्वर के लिए सुखदायक सुगंध बना है. അത് ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഒരു സൗരഭ്യവാസനയായിട്ട് മാറുകയാണ്. देखो, जब मैं उसको अपने ऊपर लेता हूं तब मैं भी वो सुखदायक सुगंध बन जाता हूं. ഹല്ലേലൂയ. हालेलुया. ക്രിസ്തു തന്നെ ഒരു സൗരഭ്യവാസനയാണ്. मसीह आप में एक सुखदायक सुगंध है. നീ അത് ഏറ്റെടുക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നീ ഒരു സൗരഭ്യവാസനയായി മാറുക. जब आप अपने ऊपर भी इसको ले लेते हो तब आप भी एक सुखदायक सुगंध बन जाते हो. ഈ ലോകത്തുള്ള ഒരു രാജ്യത്തും മേടിക്കാൻ കിട്ടാത്ത പെർഫ്യൂമിനെക്കാളും അസാധാരണ സുഗന്ധമായി ക്രൈസ്തുള്ളവർ മാറുക. और इन दिनों में इस दुनिया में भी जो हम जिस परफ्यूम को खरीद नहीं सकते उससे भी खुशबूदार, हालेलुया, सुगंध हम बन जाते हैं जब हम मसीह को हमारे अंदर लेते हैं. ഹല്ലേലൂയ. हालेलुया. കാര്യം എന്റെ യേശു ഷാരോനിലെ പനിനീർ പൂവാണ്. क्योंकि मेरा परमेश्वर शारोन में वो गुलाब का फूल है. ഇന്നേ വരെ ലോകത്ത് ആരും അല്ലെങ്കിൽ സുഗന്ധം മണത്തിട്ടില്ലാത്ത രീതിയിൽ അതിൽ നിന്ന് സുഗന്ധം ഉണ്ടാകുകയാണ്. और इस दुनिया में किसी ने भी इस सुगंध को अनुभव नहीं किया होगा क्योंकि उसमें से उस प्रकार का सुगंध निकलता है. ആ പനിനീർ പൂ നിന്റെ അകത്ത് ക്രൈസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, वो गुलाब का फूल यदि आपके अंदर मसीह के रूप में वास करते हैं, നീ ഇന്ത്യ മുഴുവനും, നീ എല്ലാ കോണ്ടിനെന്റ്സിലും ദൈവത്തിന് വേണ്ടി നീ ഒരു സുഗന്ധമാകാൻ പോവുകയാണ്. तो आप भी पूरे भारत में हर एक कॉन्टिनेंट्स में परमेश्वर के लिए एक सुखदायक सुगंध बनने जा रहे हो. വിശ്വാസമുള്ളവർ ആമേൻ പറ. ഹല്ലേലൂയ. विश्वास करने वाले लोगों आमीन बोलेंगे. റാം സാചല ആമേൻ. ബാതുരി വിശ്വാസ്. आमीन. ലേമാസ് ബാച്ചൽ കടകച്ചസ്മിയാ. ഹല്ലേലൂയ. हालेलुया. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ मरकुस का सुसमाचार 14वें अध्याय के पहले पद से जब हम पढ़ते हैं,
യേശു കുഷ്ഠം മാറിയ ഒരു മനുഷ്യന്റെ വീട്ടിലിരിക്കുക. यीशु कोढ़ की बीमारी से चंगाई पाए हुए एक व्यक्ति के घर में बैठे हुए हैं। അവിടെ നിൽക്കുമ്പോൾ ഒരു വെങ്കൽ ഭരണി, അർത്ഥം മാർബിളിന്റെ അകത്ത് കൊത്തുപണി കൊണ്ട് പണിതെടുത്ത ഒരു വെങ്കൽ ഭരണി. और वहां पर एक संगमरमर के पत्थर से बने हुए एक बर्तन में അതിന്റെ അകത്ത് ഒരു സ്ത്രീ അല്ലെ ശുദ്ധിയുള്ള അല്ലെ തൈലവുമായിട്ട് വരികയാണ്. और जटामासी बहुमूल्य तेल को लेकर वो आती है ഭയങ്കര സുഗന്ധമാണ് അതിന്റെ അകത്ത്. और काफी बहुमूल्य इत्र है, उस इत्र में काफी सुगंध है। ഇന്ന് വിലപിടിപ്പുള്ള ഭരണിയാണ്, പാത്രമാണത്. वो पात्र जो है काफी बहुमूल्य पात्र है। അത് മാർബിളിന്റെ അകത്താണ് അത് കുത്തിവെക്കുന്നത്. संगमरमर के पत्थर में वो पात्र बना है। അതിന്റെ അകത്തെ തൈലം അതിനേക്കാളും വിലപിടിപ്പുള്ളതാണ്. उस पात्र में जो इत्र डाला गया है वो उससे भी बहुमूल्य है। യേശു ആ കുഷ്ഠം മാറിയ മനുഷ്യന്റെ വീട്ടിലിരിക്കുമ്പോൾ और यीशु उस कोढ़ की बीमारी से चंगाई पाए हुए व्यक्ति के घर में जब बैठे हुए हैं, സ്ത്രീ വന്ന് ഇത് പൊട്ടിച്ചു. स्त्री ने आकर उस पात्र को वहां पर तोड़ दिया। നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിലത്ത് വീണ് ഇട്ട് പൊട്ടിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതിന്റെ സ്റ്റീല് പൊട്ടിച്ചു, അതാണ് അതിന്റെ അർത്ഥം. और देखो वहां पर नीचे डालकर थोड़ा नहीं, इसका मतलब ये नहीं है, मगर तोड़ने का मतलब है उसका सील, उसका जो ढक्कन है वो तोड़ दिया। സീല് പൊട്ടിച്ച് ചില ഭാഗത്ത് പറയുന്നു അവന്റെ തലയിലൂടെ ഒഴിച്ചു. और कुछ जगहों में इस प्रकार लिखा है कि उस सील को खोलकर या उस पात्र के ढक्कन को खोलकर परमेश्वर यीशु मसीह के सर पर डाल दिया। ചിലടത്ത് പറയുന്നു യേശുവിന്റെ കാലിൽ ഒഴിച്ചു. कुछ जगह लिखा है कि यीशु के पैरों पर डाल दिया। പക്ഷെ എന്തു ആയിക്കോട്ടെ, അവൾ യേശുവിന്റെ ശരീരത്തിൽ അത് ഒഴിച്ചു. देखो कुछ भी क्यों ना हो, यीशु के शरीर में उसने उस इत्र को डाला है। ബൈബിൾ പറയുന്നു ആ ഇരുന്ന മുറി മുഴുവനും സുഗന്ധം കൊണ്ട് നിറച്ചു. बाइबल कहती है कि जिस कमरे में वो बैठे हुए थे, पूरे कमरे में वो सुगंध से भर गया। ഹല്ലേലൂയ. हालेलुया। ഞാൻ നിങ്ങളോട് പറയുകയാണ്, आज मैं आपसे कहना चाहता हूँ, ഈ വെങ്കൽ ഭരണി നാം ആണെന്ന് വിശ്വസിക്കുക. और हम विश्वास करें कि ये संगमरमर का पात्र जो है ये हम है। ഹല്ലേലൂയ. നമ്മളിൽ പൊട്ടിക്കേണ്ട ചില മേഖലകളുണ്ട്, അത് നാം പൊട്ടിച്ചു കളഞ്ഞാൽ और हमारे जीवन में भी कुछ मंडलियां हैं, कुछ जगह हैं जिसे हमें तोड़ना है। अगर हम उसे तोड़ते हैं, നാം നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ചില സീൽ ചെയ്ത വെച്ച അനുഭവങ്ങളെ നാം പൊട്ടിച്ചു കളഞ്ഞാൽ, अगर हमारे जीवन में हम बंद करे हुए अनुभव को अगर हम तोड़ देते हैं, നമ്മളിൽ നിന്ന് ഒരു ദൈവിക സുഗന്ധം വെളിയിലേക്ക് വരും. तो हमारे अंदर से वो परमेश्वर का सुगंध बाहर निकलेगा। ഞാൻ പറയുന്നത് വെങ്കൽ ഭരണിക്കകത്ത് കിടക്കുന്ന തൈലം പോലെ നമ്മുടെ അകത്ത് കിടക്കുന്ന തൈലമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. और मैं इस प्रकार कहना चाहता हूँ, उस संगमरमर के पात्र के अंदर जो इत्र रखा गया है वैसा है हम इस हमारे शरीर में रखा हुआ पवित्र आत्मा। ഈ ദിവസങ്ങളിൽ നീയാകുന്ന വെങ്കൽ ഭരണിയിൽ ഒരു പൊട്ടല് നടന്നാൽ, और इन दिनों में आप जो संगमरमर के पात्र के समान हो, उसमें अगर जो सील अगर तोड़ देते हो, നീ ആയിരിക്കുന്ന വെങ്കൽ ഭരണിയിലെ ചില പൊട്ടല് നടന്നാൽ യേശുവിന്റെ നാമത്തിൽ, अगर उसमें जिस सील को अगर तोड़ना है, अगर आप इन दिनों में उसको तोड़ते हो, അത് റൈറ്റ്, നീ വെച്ചിരിക്കുന്ന ചില സീലുകൾ, വർഷങ്ങളായി ചില സീലുകളെ നീ പൊട്ടിക്കാൻ നീ തയ്യാറായ, और अनेक सालों का सील जो आपने उसको बंद कर रखा है, उसको तोड़ने के लिए अगर आप तैयार हैं, നിന്റെ അകത്തുള്ള അഭിഷേക തൈലത്തിന്റെ സുഗന്ധം വെളിവരാൻ പോകുകയാണ്. आपके अंदर का जो अभिषेक का जो तेल है, उसका सुगंध आपके अंदर से बाहर निकलने जा रहा है। ഒരു ദൂത് പറയട്ടെ, ഈ സ്ത്രീ ഒഴിച്ചത് യേശുവിന്റെ ശരീരത്തിലാണ്. और एक वाणी में आपसे कहना चाहता हूँ, इस स्त्री ने यीशु के शरीर में उस इत्र को डाला था। നിങ്ങൾക്കറിയാമോ ശരീരം ആരാന്നറിയാമോ? ശരീരം സഭയാ. और आप जानते हैं ये शरीर कौन है? शरीर परमेश्वर की कलीसिया है। ക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാണ് സഭ. और कलीसिया वो शरीर है जिसका सर मसीह है। നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ സുഗന്ധ തൈലം വീഴേണ്ട എവിടെയാണെന്നറിയാമോ? സഭയുടെ മുകളിലാ. और आपके अंदर जो सुगंध तेल या इत्र जो है कहाँ गिरना है? उसको कलीसिया में उंडेलना है। ഈ ദിവസങ്ങളിൽ ദൈവസഭയുടെ പല സുഗന്ധങ്ങളും പോയിരിക്കുക. और इन दिनों में परमेश्वर की कलीसियाओं का अनेक सुगंध खत्म हो चुका है। പക്ഷെ പരിശുദ്ധാത്മാവെ ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു, मगर पवित्र आत्मा में आज मैं एक वाणी आपसे कहना चाहता हूँ, നീയാകുന്ന വെങ്കൽ ഭരണി, നീ ആയിരിക്കുന്ന പാത്രത്തിൽ ഒരു പൊട്ടലുണ്ടാകട്ടെ. और आप रूपी ये संगमरमर के पात्र में एक हालेलुया उसका सील टूटने पाए। ബൈബിൾ പറയുന്നു തന്നെ പൊട്ടിയതല്ല, ഈ സ്ത്രീ പൊട്ടിച്ചതാണ്. देखो बाइबल कहती है कि वो पात्र अपने आप नहीं टूटा, मगर इस स्त्री ने उसको तोड़ा है।
അതെ, നീ തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു അല്ലി ആത്മീയ ഒരു നീ അല്ലി സീല് വെച്ച മേഖലകളെ നീ പൊട്ടിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. यीशु के नाम में आप भी अपने आत्मिक जीवन में जो भी सील्स आपने रखे हैं उस मुहर को, उस सील को आप आज तोड़ दे. ഈ ദിവസങ്ങളിൽ മണിക്കൂറുകൾ ബൈബിൾ വായിച്ച ചില സീലുകളെ നിങ്ങൾ പൊട്ടിക്കട്ടെ. और इन दिनों में अनेक घंटे बैठकर बाइबल पढ़कर इस सील को, इस मुहर को आप तोड़ दे. നിങ്ങൾ അല്ലയ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഈ ദിവസങ്ങളിൽ വെങ്കൽ ഭരണിയിൽ ഒരു പൊട്ടൽ നടത്തട്ടെ. और इन दिनों में उपवास करते हुए, प्रार्थना करते हुए इस मुहर को जो इस पात्र के ऊपर लगा हुआ है उसको तोड़ दे. അകത്തളത്തിലെ അഭിഷേക തൈലം വെളിപ്പെടാൻ പോകുകയാ. आपके अंदर का जो अभिषेक का तेल है वो प्रकट होने जा रहा है അതിന് ഭയങ്കര സുഗന്ധമാണ്. और उसमें काफी सुगंध है. ഹല്ലേലൂയ. हालेलुया. അത് വീഴേണ്ടത് ശരീരത്തിലാ, യേശുവിന്റെ ശരീരത്തിലാ വീഴേണ്ടത്. देखो ये तेल या ये इत्र जो है यीशु के शरीर में उंडेलना है. ശരീരം അത് ദൈവസഭയാണ്. शरीर जो है परमेश्वर की कलीसिया है प्रियो. ഒത്തിരി പേരുടെ ലൈഫിൽ നിന്റെ മേലുള്ള അഭിഷേക തൈലം സുഗന്ധമായി വീഴുന്ന വർഷമാണെന്ന് ഞാൻ പ്രവചിച്ചാൽ എത്ര പേർ ആമേൻ ടൈപ്പ് ചെയ്യും? हालेलुया. आज मैं आपको देखकर अगर भविष्यवाणी करूं कि इस साल आपके अंदर का जो अभिषेक का तेल है अनेकों लोगों के जीवन में छुटकारे के लिए उंडेला जाना है. अगर इस बात को जो लोग स्वीकार करते हैं, कितने लोग आमीन टाइप कर सकते हैं? യേശുവിന്റെ നാമത്തിൽ यीशु के नाम में നശിക്കുന്നവരുടെ ഇടയിൽ നീയാകുന്ന വെങ്കൽ ഭരണിക്കകത്തുന്ന അഭിഷേകത്തിന്റെ തൈലം അവരുടെ മേൽ സുഗന്ധമായി മാറാൻ പോകുകയാണ്. देखो नाश होने वालों के बीच में आपके अंदर से निकलने वाला सुगंधित तेल, अभिषेक का तेल उनके जीवन में छुटकारे का कारण होने जा रहा है. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ നീയായിരിക്കുന്ന സൗരഭ്യവാസന സുഗന്ധ തൈലം അവർക്കെല്ലാം നീ ഒരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. देखो नाश होने वाले लोगों के बीच में भी हालेलुया, और उद्धार पाने वाले लोगों के बीच में भी आपके अंदर का जो सुगंध है, सुगंध तेल जो है एक आशीष का कारण होने जा रहा है. ബൈബിൾ പറയുന്നു അവർ യേശുവിന്റെ ശരീരത്തിൽ മാത്രമല്ല അവരിരുന്ന മുറിയിൽ മുഴുവനും ആ സുഗന്ധം നിറഞ്ഞു. देखो बाइबल कहती है कि केवल यीशु के शरीर में नहीं मगर उस कमरे में, पूरे कमरे में वो सुगंध फैल गया. ആണെന്ന് ഈ ദിവസങ്ങളിൽ അല്ലിയ സീല് പൊട്ടിയ വെങ്കൽ ഭരണിയിൽ നിന്ന് വരുന്ന സുഗന്ധം ആ മുറിയെ നിറച്ചു. देखो उस संगमरमर के पात्र के हालेलुया मुहर को तोड़कर जो इत्र बहा था वो पूरे कमरे को सुगंध से भर देता है. നിന്റെ റൂമിനെ നിറക്കുന്ന സുഗന്ധം, ദൈവിക സുഗന്ധം അല്ലിയ നിന്റെ ജീവിതത്തിൽ നിന്ന് വെളിയിൽ വരാൻ പോകുകയാണ്. देखो आपके जीवन को भी, आपके हालेलुया जीवन को भी सुगंधित करने वाले वो सुगंध आपके अंदर से परमेश्वर इन दिनों में निकालेगा. നീ ചെല്ലുന്ന ഓഫീസിൽ വരാൻ പോകുകയാണ്. आप जिस ऑफिस में, जिस दफ्तर में जाओगे वहां पर वो सुगंध रहेगा. നിന്റെ സൊസൈറ്റിയിൽ വരാൻ പോകുകയാണ് യേശു. आपके सोसाइटी में यीशु के नाम में वो सुगंध നീ फैलने जा ആയിരിക്കുന്ന रहा है. രാജ്യത്തിന്റെ മേൽ വരാൻ പോകുകയാണ്. आप जिस राष्ट्र में हो उस राष्ट्र में फैलने जा रहा है. നീ ആയിരിക്കുന്ന കോണ്ടിനെന്റ്സുകളിൽ അത് വരാൻ പോകുകയാണ് യേശുവിന്റെ आप നാമത്തിൽ. जिस कॉन्टिनेंट में हो उस महाद्वीप में परमेश्वर का सुगंध फैलने जा रहा है. ഒരുപക്ഷെ ഒരു വ്യക്തിയെ ലോകത്തിന് തടയാം, പക്ഷെ നിന്റെ മേൽ നിന്ന് വരുന്ന സുഗന്ധത്തെ ആർക്കും തടയാൻ പറ്റത്തില്ല. देखो हो सकता है कि एक मनुष्य को, एक व्यक्ति को लोग रोक सकते हैं मगर आपके अंदर से निकलने वाले सुगंध को कोई नहीं रोक सकता. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. വലിയ സുഗന്ധമായി, വലിയൊരു സൗരഭ്യവാസനയായി നിങ്ങൾ മാറട്ടെ. और आप भी एक बड़े सुखदायक सुगंध के समान बदल जाएं. ആമേൻ. हालेलुया. സൗരഭ്യവാസന ഇന്നത്തെ മെസ്സേജാണ്. और आज का हमारा संदेश यही है, सुखदायक सुगंध. ആമേൻ. അതുകൊണ്ട് നോഹ യാഗം മൃഗങ്ങളെയും പറവുകളെയും വെച്ചാണ് അതിൻ്റെ അകത്തുനിന്നാണ് ഒരു സൗരഭ്യവാസന ഉണ്ടാക്കി. ഓൾഡ് ടെസ്റ്റ്മെന്റ് മൊത്തം അങ്ങനെയായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിച്ചത്. और पुराने नियम में हम देखते हैं और नूह ने भी ऐसा ही किया कि शुद्ध पशुओं और पक्षियों का बलिदान उसने चढ़ाया. പക്ഷേ പുതിയ നിയമത്തിൽ യേശു തന്നെ ഒരു സൗരഭ്യവാസനയായ യാഗമായി മാറി. मगर नए नियम में हम देखते हैं यीशु मसीह आप ही उस सुखदायक सुगंध के रूप में एक बलिदान हो गए हैं. ക്രൈസ്റ്റ് പരിജ്ഞാനത്തിൽ പൗലോസിന്റെ മേൽ വസിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസന ലോകത്തിന് കൊടുക്കാൻ തുടങ്ങി. और देखो मसीह का ज्ञान जब पौलुस के ऊपर वास करने लगा तब वो भी पूरे जगहों में जाकर वो फैलाता रहा. ഹല്ലേലൂയ. हालेलुया. എല്ലാവരുടെ ഇടയിൽ ഒരു സൗരഭ്യവാസനയായിട്ട് അവർ മാറി.
और वे लोग हर एक लोगों के बीच में एक सुखदायक सुगंध के समान बदल गए। നാമും അങ്ങനെ ആയിരിക്കും ഈ 2020. हम भी 2020 में उसी प्रकार होंगे। ഞാൻ Amen. പറഞ്ഞ മാർക്കോസ് 14, മാത്യു ചാപ്റ്റർ 26 ഇത് നിങ്ങൾ പിന്നീട് വായിച്ച് നിങ്ങൾ ധ്യാനിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. വെങ്കൽ ഭരണി അത് പൊട്ടണം. और मरकुस 14वां अध्याय, मत्ती 26वां अध्याय, आप बाद में इन वचनों को पढ़िएगा और प्रभु की आराधना करिएगा। जो संगमरमर का जो पात्र है वे हम हैं। इन दिनों में उसके मुहर को तोड़ना है, उसके सील को तोड़ना है। നമ്മുടെ മേലുള്ള തൈലം, നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവാണ്, അഭിഷേകമാണ്. और हमारे ऊपर जो इत्र या जो तेल उंडेला गया है वो है पवित्र आत्मा। ഹല്ലേലൂയ. हालेलुया। എല്ലാം പറഞ്ഞപ്പോൾ ഒരു വാക്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. और इतनी बात बताई तो एक और बात बताना जरूरी है। ഫിലിപ്പിയർ ലേഖനം 4:18 പറയുന്നു. फिलिपियों की पत्री 4:18 में लिखा है। ആ ഫിലിപ്പിയ സഭ പൗലോസ് തടവറയിൽ കടക്കുമ്പോൾ ഒരു വലിയ സ്വോത്രകാഴ്ച കൊടുത്തു. और पौलुस जब बंदीगृह में पड़े हुए थे तो फिलिप की कलीसिया वालों ने एक बड़ा ऑफरिंग, एक भेंट पौलुस को दिया। പക്ഷെ പൗലോസ് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ടാവും. और पौलुस ने उस समय कहा कि इस समय मेरे पास सारी वस्तुएं हैं, സമൃദ്ധിയായി ഇരിക്കുന്നു. और बहुतायत से मेरे पास है। നിങ്ങൾ അയച്ചു തന്നത് तुमने जो कोई वस्तुएं मेरे पास भेजी है, സൗരഭ്യവാസനയായി ദൈവത്തിനും പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എഫ്രാത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ചു തൃപ്തനായിരിക്കുന്നു. और वहां पर इस प्रकार लिखा है, जो वस्तुएं तुमने इफ्रुदितुस के हाथ से भेजी थी उन्हें पाकर मैं तृप्त हो गया हूं। वह तो सुखदायक सुगंध ग्रहण करने योग्य बलिदान है जो परमेश्वर को बाता है। പ്രിയരെ, നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന്, നിങ്ങളായിരിക്കും നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളായിരിക്കും നിങ്ങളുടെ അഭിഷക്തന്മാർക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് ഒരു നന്മ അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുന്നു. അതൊരു സൗരഭ്യവാസനയായ യാഗമായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. देखो परमेश्वर के प्रियो, आप जिस कलीसिया में हैं, जिस राज्य में हैं, जिस परमेश्वर के दास के अधीन में है, अगर आपके हाथ से कोई भलाई आपने अपने परमेश्वर के दास को दिया है, उन्होंने उसका अनुभव किया है, तो वो परमेश्वर का वचन हमसे कहता है वो एक सुखता, एक सुगंध के समान ग्रहण योग्य बलिदान है। ഹമേ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ആയിരിക്കുന്ന ചർച്ചിൽ, നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ അഭിഷക്തർ, നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് ഒരു നന്മ വന്നിട്ടുണ്ടോ? ദൈവം അതിനെ കാണുന്നത് സൗരഭ്യവാസനയായ ഒരു യാഗമായിട്ടാണ് ദൈവം കാണുന്നത്. परमेश्वर के प्रियो, आप जिस देश में हैं, जिस कलीसिया में हो, हालेलुया, जिस परमेश्वर के दास के साथ सेवकाई करते हो, आपके हाथों से परमेश्वर के राज्य के लिए जो भी आपने योगदान किया है वो परमेश्वर एक सुखदायी सुगंध के समान उसको ग्रहण करता है। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको बहुत से आशीषित करे। ചേർന്ന് പ്രാർത്ഥിക്കാം.